സമ്മർദ്ദ തന്ത്രങ്ങളൊന്നും ഏറ്റില്ല. സുമലതയുടെ സ്വപ്നങ്ങൾ തച്ചുടച്ചാണ് BJP കർണാടകയിലെ മാണ്ഡ്യ സീറ്റ് JDSന് വിട്ടു നൽകിയത്. ഡൽഹിയിലെത്തിയും മോദിയും അമിത്ഷായുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ടും സുമലതയ്ക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് വിട്ടു നൽകാൻ BJP തയ്യാറായില്ല എന്നതാണ് വാസ്തവം. അന്തരിച്ച നടനും സുമലതയുടെ ഭർത്താവുമായിരുന്ന അംബരീഷ് വിജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ് മാണ്ഡ്യ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി JDSനൊപ്പം നിന്നുമെല്ലാം അംബരീഷ് ഈ മണ്ഡലത്തിൽ ജയിച്ചു വന്നിരുന്നു. അംബരീഷിന്റെ മരണത്തിന് പിന്നാലെയാണ് സുമലത അവിടെ മത്സരിക്കാനെത്തിയത്. BJP പുറത്തുനിന്ന് പിന്തുണച്ചതിന് പിന്നാലെ JDS സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി സുമലത ലോക്സഭയിലേക്ക് വിജയിച്ചു കയറി. ഇക്കുറിയും മാണ്ഡ്യയിൽ തന്നെ വിജയിക്കാമെന്ന കണക്കുകൂട്ടലായിരുന്നു സുമലത. എന്നാൽ JDS BJP സഖ്യം കർണാടകയിൽ പിറവിയെടുത്തതോടെ മാണ്ഡ്യ സുമലതയുടെ കൈവിട്ടു പോവുകയായിരുന്നു. അവസാന നിമിഷം വരെ മാണ്ഡ്യക്കായി ഇരക്കാൻ വരെ സുമലത തയ്യാറായിരുന്നു. പക്ഷേ BJP കർണാടക ഘടകം കടുംപിടുത്തം തുടർന്നതോടെ സുമലതയ്ക്ക് തന്നെ മാണ്ഡ്യ കൈവിടേണ്ടി വന്നു. എങ്കിലും വമ്പൻ ഓഫറാണ് സുമലതയ്ക്ക് മുന്നിൽ BJP വെച്ചിരിക്കുന്നത്. രാജ്യസഭ വഴി MP സ്ഥാനവും തൊട്ടു പിന്നാലെ BJP സർക്കാർ അധികാരത്തിലെത്തിയാൽ കേന്ദ്രമന്ത്രി പദവിയുമാണ് സുമലതയ്ക്ക് BJP വെച്ച് നീട്ടിയിരിക്കുന്നത്. ഒടുവിൽ സുമലതയ്ക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തന്റെ അണികളോട് സുമലത തന്റെ തീരുമാനം പ്രഖ്യാപിച്ചത്. മറ്റു വഴികളില്ലാതെ തന്റെ ലോക്സഭാ സീറ്റ് JDSന് കൈമാറുകയാണെന്നും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നതാണ് സുമലത അറിയിച്ചത്. വൈകാതെ സുമലതയുടെ BJP പ്രവേശനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാണ്ഡ്യയിൽ മത്സരിച്ച ചലച്ചിത്ര താരം സുമലതയ്ക്ക് അന്ന് BJP പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഒരു ദേശീയ തലത്തിലുള്ള പാർട്ടി തനിക്ക് പിന്തുണയുമായി വരുമ്പോൾ വരും ദിവസങ്ങളിൽ താൻ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ എല്ലാവരും കാണുമെന്നതാണ് സുമലത അന്ന് പറഞ്ഞിരുന്നത്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിച്ച സുമലത HD കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയാണ് പരാജയപ്പെടുത്തത്. അന്ന് BJP സുമലതയ്ക്ക് പിന്തുണ നൽകിയിരുന്നു. സീറ്റിനു വേണ്ടി അടിപൊട്ടുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിലാണ് കുമാരസ്വാമിയും സുമലതയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചത്. കടുത്ത തീരുമാനത്തിലേക്ക് പോവരുതെന്നും കേന്ദ്രമന്ത്രി പദവി തന്നെ നൽകുവാൻ മോദിയോടും അമിത്ഷായോടും സംസാരിക്കാമെന്നും കുമാരസ്വാമി ഉറപ്പ് നൽകുകയായിരുന്നു. ഇതോടെയാണ് സുമലത തത്കാലം ഒതുങ്ങാൻ തീരുമാനിച്ചത്.